നോമ്പുതുറയിലെ സന്തോഷം. പഴയ വലിയൊരു തറവാട്. അവിടെയാണ് റഹീം ഹാജിയും കുടുംബവും താമസിക്കുന്നത്. വർഷത്തിലുടനീളം പല തിരക്കുകളിൽ പെട്ട പലയിടങ്ങളിലായിരുന്ന മക്കളും പേരമക്കളും റമദാൻ മാസമായാൽ ഉമ്മറത്തെ ആ വലിയ മേശയ്ക്ക് ചുറ്റും ഒത്തുകൂടും. റഹീം ഹാജിക്ക് തന്റെ കുടുംബം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. റമദാന്റെ വരവ്. ഈ വർഷത്തെ റമദാൻ തുടങ്ങിയപ്പോൾ തന്നെ ഹാജിയുടെ മൂത്ത മകൻ കബീറും കുടുംബവും ദുബായിൽ നിന്നും എത്തി. പിന്നാലെ മറ്റു മക്കളും. വീട് മുഴുവൻ ഇപ്പോൾ തമാശകളും പ്രാർത്ഥനകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നോമ്പുകാലത്തെ വൈകുന്നേരങ്ങൾ ആ വീട്ടിൽ പ്രത്യേക ഭംഗിയുള്ളതാണ്. അടുക്കളയിലെ ഒരുക്കങ്ങൾ, ഹാജിയുടെ ഭാര്യ പാത്തുമ്മയും മരുമക്കളും ചേർന്ന് പത്തിരിയും ഇറച്ചിപ്പത്തിരിയും തരിക്കഞ്ഞിയും തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും. കുട്ടികളുടെ കൗതുകം. ചെറിയ കുട്ടികൾ നോമ്പ് നോൽക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്നു. ഇടയ്ക്ക് അവർ അടുക്കളയിൽ പോയി ഭക്ഷണത്തിന്റെ മണം പിടിക്കുന്നത് കണ്ട് ഹാജി ചിരിക്കും. പ്രാർത്ഥന. അസർ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഖുർആൻ ഓതുന്ന ശബ്ദം ആ വീടിന് ഒരു പ്രത്യേക സമാധാനം നൽകുന്നു. ആ വലിയ പാടം. ഒരു ദിവസം നോമ്പ് തുറക്കാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ വീടിന്റെ ഉമ്മറത്ത് ദരിദ്രനായ ഒരാൾ സഹായം തേടിവന്നു. ഹാജി തന്റെ പേരക്കുട്ടിയായ ആദിലിനെ വിളിച്ച് കുറച്ച് ഭക്ഷണവും പണവും അയാൾക്ക് നൽകാൻ പറഞ്ഞു. ആദിൽ, നമ്മൾ പട്ടിണി കിടക്കുന്നത് വിശപ്പിന്റെ വില അറിയാനാണ്. നമ്മൾ കഴിക്കുമ്പോൾ കൂടെയുള്ളവർ വിശന്നിരിക്കരുത്, അതാണ് ഈ മാസത്തിന്റെ സന്ദേശം, ഹാജി പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ബാങ്ക് വിളി ഉയർന്നപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ച് നോമ്പ് തുറന്നു. ഇത്തപ്പഴത്തിന്റെ മധുരത്തേക്കാൾ വലിയ മധുരം തങ്ങളുടെ കൂടെപ്പിറപ്പുകൾ ഒപ്പമുണ്ടെന്ന് തിരിച്ചറിവായിരുന്നു. വിരുന്നിന്റെ അവസാനം. റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞ് മക്കൾ തിരികെ പോകുമ്പോൾ ഹാജിയുടെയും പാത്തുമ്മയുടെയും കയ്യിൽ ഒരുപാട് സ്നേഹവും അടുത്ത വർഷത്തിനായുള്ള കാത്തിരിപ്പും ബാക്കിയായി. കുടുംബം എന്നാൽ ഒരു തണൽ മരം പോലെയാണ്. വേരുകൾ ആഴത്തിലുള്ളിടത്തോളം കാലം അതിന് തളർച്ചയുണ്ടാവില്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.